ഇവിടെ ഈ രാജാവ് ഇവൻ ബുദ്ധിശാലിയാണെന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്നുകൊണ്ടിരുന്ന ഭടനോട് ഈ നാട്ടിന്റെ തന്നെ ഏറ്റവും ബുദ്ധിശാലിയായിട്ടുള്ള 3 മന്ത്രിമാരെ നോക്കി അവിടെ വരാൻ പറയുന്നു. അവിടെ വന്നു നോക്കി അതിലൊരു മന്ത്രിയാണെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ എത്ര നക്ഷത്രങ്ങളും പറഞ്ഞു ചോദിച്ചതും അവനാണെങ്കിൽ നോക്കി ചിരിച്ചിട്ട് തന്നെ എന്റെ കഴുതയുടെ മുകളിൽ എത്ര രോമമുണ്ടോ അതിനനുസരിച്ച് നക്ഷത്രവും ഉണ്ടും പറയും. മന്ത്രിയാണെങ്കിൽ ഇതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും ചോദിച്ചതും വേണമെങ്കിൽ നോക്കി മുടി എണ്ണിയിട്ട് ഈ നക്ഷത്രവും കറക്റ്റോണം പറഞ്ഞ് എണ്ണി നോക്കിയാൻ പറയും. ആ സമയത്ത് നോക്കി അവിടെ ഉള്ള എല്ലാവരുടെ മുന്നിലും അയാളാണെങ്കിൽ നാണം കിട്ടു പോവുകയാണ്. അടുത്തതായി രണ്ടാമത്തെ മന്ത്രിയാണെങ്കിൽ വന്നിട്ട് എന്റെ താടിയിൽ എത്ര മുടിയുണ്ടും പറഞ്ഞു ചോദിക്കും. ആ സമയത്ത് അവൻ നിങ്ങളുടെ താടിയിൽ എത്ര മുടിയുണ്ടോ അതേ അളവിൽ നോക്കിയാൽ എന്റെ കുതിരന്റെ വാലിലും ഉണ്ടും പറയും. മന്ത്രിയാണെങ്കിൽ ഇത് കേട്ടതും നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കാനും പറയും. ആ സമയത്ത് ഇവൻ വേണമെങ്കിൽ നിങ്ങളുടെ താടിയാണെങ്കിൽ എണ്ണി നോക്കിയിട്ട് എന്റെ കഴുതയുടെ വാലത്തെ രോമവും എണ്ണി നോക്കൂ, അതിലൊന്ന് കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ പറയുന്നത് എന്തുവേണമെങ്കിൽ ഞാൻ കേൾക്കാൻ പറയും. അങ്ങനെ നോക്കി ആ മന്ത്രി നോക്കി തോൽവി സമ്മതിച്ചു പോവുകയാണ്. അങ്ങനെ അവിടെ അവസാനമായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ അവിടെ വന്നിട്ട് മറ്റുള്ളവർ ചോദിച്ചു പോലെ ഞാൻ സിമ്പിൾ ആയി ചോദിക്കില്ല, ഈ ലോകത്തിന്റെ സെന്റർ എവിടെയാൻ പറഞ്ഞ് കാണിച്ചു തരാൻ പറയും. ആ സമയത്ത് നോക്കി അവിടെയുള്ള എല്ലാവരും ഇപ്രാവശ്യം നോക്കിയവൻ പെട്ടും പറഞ്ഞ് വിചാരിക്കുന്ന സമയത്ത് ഇത്രയും എളുപ്പമുള്ള ചോദ്യമാണോ, എന്റെ കഴുതണം നോക്കും പറഞ്ഞ് നോക്കി കൈ കാട്ടുകയാണ്. അവിടെ എല്ലാവരും നോക്കി കഴുതണം നോക്കുമ്പോൾ കഴുതയാണെങ്കിൽ കാലാണെങ്കിൽ താഴെ തട്ടും. ഇപ്പൊ എന്റെ കഴുത എവിടെയാണ് കാല് തട്ടിയത് അതാണ് നോക്കി ലോകത്തിന്റെ സെന്ററും പറഞ്ഞതും. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ വല്ല പ്രൂഫ് ഉണ്ടെന്ന് ചോദിച്ചതും അവനാണെങ്കിൽ പറയും ഈ ലോകം മുഴുവൻ നോക്കി കൈ വെച്ച് അളന്നിട്ട് വരൂ, ഞാൻ പറഞ്ഞ അളവിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എന്റെ തല വേണമെങ്കിൽ എടുത്തോ പറഞ്ഞാൽ പറയുകയാണ്. ആ സമയം നോക്കി അദ്ദേഹം നോക്കി തോൽവി സമ്മതിച്ച് അയാളാണെങ്കിൽ നോക്കി തിരികെ പോകുന്നു. അങ്ങനെ നാടിന്റെ 3 ബുദ്ധിശാലിയായിട്ടുള്ള മന്ത്രിമാരും അവിടെ തോറ്റുപോവുകയാണ്. അത് കണ്ടതും ഈ രാജാവാണെങ്കിൽ ചിരിയോട് ചിരി. അങ്ങനെ ആ 3 മന്ത്രിമാരും രാജാവിന്റെ മുന്നിൽ നാണം കെട്ട് അവിടെ നിന്നും നോക്കിയാൽ തലതെറിച്ചോടുകയാണ്.